നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു വൈകുന്നേരം ഒരു പാർക്കിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. പഴയ ഓർമ്മകളും അതേപോലെ തന്നെ പുതിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സെയിൽസ്മാൻ വന്നിട്ട് നമ്മുടെ മുമ്പിൽ ആളുടെ പ്രൊഡക്റ്റോ സർവീസോ ഇങ്ങനെ റിപ്പീറ്റഡ്ലി സെല് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും? ഇല്ല അല്ലെ? ആർക്കും തന്നെ അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇഷ്ടപ്പെടില്ല. ഇൻസ്റ്റഗ്രാം എന്നത് ഇതുപോലെ ഒരു വിർച്വൽ പാർക്കാണ്. അവിടെ വരുന്ന ഓരോ യൂസേഴ്സും ടൈം സ്പെൻഡ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെയാണ് വരുന്നത്. ഇനി നമ്മളുടെ ബ്രാൻഡിന്റെ പേജ് ഫോളോ ചെയ്ത ഇത്തരത്തിലുള്ള യൂസേഴ്സിന് മുമ്പിൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി സെല് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഫീഡിൽ വരുന്ന പോസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെല് ചെയ്യാനല്ല, ആഡുകൾ കുത്തി നടക്കാനുള്ള ഒരു സ്പേസ് അല്ല നമ്മുടെ ബ്രാൻഡിന്റെ ഫീഡിലുള്ള പോസ്റ്റുകൾ. അവിടെ വരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ഷനാണ്, ഇന്ററാക്ഷൻ ആണ്, ഒരു ഇഷ്ടപ്പെടുത്തലാണ്, ഒരു റിലേഷൻ ബിൽഡ് ചെയ്യലാണ് കസ്റ്റമേഴ്സിനായിട്ടൊക്കെ. അവിടെ നമ്മൾ ഓവറായിട്ട് സെല് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും തന്നെ ഇഷ്ടപ്പെടില്ല. പതുക്കെ നമ്മൾ അൺഫോളോ ചെയ്യുകയോ നമ്മൾ മ്യൂട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അതിനുള്ള ഓപ്ഷൻസ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ സെല്ല് ചെയ്യണം. അതെവിടെയാണ്? ആഡിന്റെ പോർഷനിൽ, ആഡിന്റെ സ്പേസിൽ നമ്മൾ സ്പോൺസേഡ് ആഡായിട്ട് നമ്മൾ സെല്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആഡുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിലൂടെ ആളുകൾ പുതിയ കസ്റ്റമേഴ്സിന് മുമ്പിൽ നമ്മൾ എത്തുകയും, കാരണം യൂസേഴ്സിന് അതൊരു പ്രശ്നമല്ല, ആഡുകളായിട്ട് സ്പോൺസേഡ് ആഡുകൾ അവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ചോയ്സ് ഇല്ല, അതെന്തായാലും കണ്ടേ പറ്റൂ. എന്നാൽ അങ്ങനെയല്ല, അവരുടെ ഫീഡിൽ വരുന്ന സമയത്ത് അത് അവരുടെ ചോയ്സ് ആണ്. അത് കാണണോ കാണണ്ടേ എന്നുള്ളതിന്റെ ചോയ്സ് ആണ്. അപ്പൊ അവിടെ റിപ്പീറ്റഡ്ലി നമ്മളെ CTA ബട്ടണ്, നമ്മളെ ലോഗോ, നമ്മളെ ഫോൺ നമ്പറൊക്കെ ഇങ്ങനെ താഴത്തെ ഒരു ഫൂട്ടർ പോലെ സെറ്റ് ചെയ്ത് അത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞാൽ പതുക്കെ ഏതൊരാൾക്കും അത് മടുക്കുകയും അത് മ്യൂട്ട് ചെയ്യുകയോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഫീഡ് പോസ്റ്റുകളിൽ മാക്സിമം എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഫീഡ് പോസ്റ്റ് കാണുന്നത് രണ്ട് തരത്തിലാണ്. ഓൾറെഡി ഫോളോ ചെയ്ത ആളുകൾ ഇത്തരത്തിൽ ഓരോ പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ സ്ക്രോളിൽ വരിക എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഒന്നാമത്തേതായിട്ടുള്ളത്. രണ്ടാമത്തത്, പുതിയ കസ്റ്റമേഴ്സ് ആഡ് കണ്ടതിന് ശേഷം പേജ് വിസിറ്റ് ചെയ്യും. പേജ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ സ്ക്രോൾ ചെയ്തിട്ട് നോക്കും, ഗ്രിഡ് പോലെ ഉള്ള ആ ഒരു ഇന്റർഫേസിൽ സ്ക്രോൾ ചെയ്ത് നോക്കും. അവിടെയും അവർ വിലയിരുത്തുന്നത് ഈ ബ്രാൻഡ് എത്തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ബ്രാൻഡിനെ ഏറ്റവും ഇന്ററാക്ട് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെയും ഓരോ പോസ്റ്റിലും ഇത്തരത്തിൽ ഫൂട്ടറുകൾ, അതേപോലെ തന്നെ ബൈ നൗ അല്ലെങ്കിൽ കാൾ അസ് എന്നൊക്കെ പറഞ്ഞിട്ട് CTA ബട്ടൺസുകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ടൊന്നും ഇത് അത്ര കോൺഷ്യസ് അല്ലായിരുന്നു. ഇപ്പൊ ആളുകൾ ഒന്നും കൂടെ ഇത്തരം കാര്യങ്ങളിൽ കോൺഷ്യസ് ആണ്. ആവശ്യമില്ലാത്ത ആളുകളെ അൺഫോളോ ചെയ്യുക, ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ അൺഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസി ഇപ്പോൾ നല്ല രീതിയിൽ ബിൽഡ് ആവുന്നുണ്ട്. അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ബ്രാൻഡ് പേജിന്റെ ഹെൽത്ത് ആണ് നമ്മൾ ഇതിലൂടെ നിർണ്ണയിക്കുന്നത്. ഇന്ററാക്ഷൻസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ താഴെപ്പെടും. ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം നമ്മളെ ബാക്കിലേക്ക് ആക്കും. അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് നമ്മൾ ആഡുകൾ, അതേപോലെ സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിന്റെ ക്രിയേറ്റീവ്സുകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്.